റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹം, ബഹുമാനം, ആദരവ് എന്നിവയെല്ലാം സാമൂഹിക ബന്ധത്തിന്റെ അടിത്തറയും വ്യക്തിത്വ വികസനത്തിന്റെയും സാംസ്കാരിക ഉന്നതിയുടെയും അളവുകോലുമാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, മനുഷ്യജീവരായ നാം മറ്റുള്ള മനുഷ്യരുമായി അവരുമായി ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് അതിനനുസരിച്ചിട്ട് അവരുമായിട്ടുള്ള ഇടപെടലുകൾ കൂടുന്നത്. ആ ഇടപെടലുകൾക്കനുസരിച്ചിട്ടാണ് അവരുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ശക്തിയും അങ്ങ് വർദ്ധിക്കുന്നത്. അത്തരം തരത്തിലുള്ള ശക്തി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ആദരവ്, ബഹുമാനം, സ്നേഹം എന്നിവയെല്ലാം നമുക്ക് കിട്ടുന്നത്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് മറ്റൊരു മനുഷ്യനിൽ നിന്നും സ്നേഹവും ആദരവും ബഹുമാനവും എല്ലാം നൽകണമെങ്കിൽ അത് അവൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് മാത്രമാണ്. ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് അവൻ്റെ സമ്പത്ത് കൊണ്ടോ അവൻ്റെ അഹങ്കാരം കൊണ്ടോ ആഹ്വാനം കൊണ്ടോ ഒന്നുമല്ല. അവൻ്റെ സംസാര ശൈലിയും അവൻ്റെ ഇടപെടലുന്ന ശൈലിയും കൂടാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുന്ന കഴിവും മറ്റുള്ളവരുടെ വിഷമം സ്വന്തം വിഷമമായി കണക്കെടുത്ത് മുന്നോട്ട് നയിക്കാനുള്ള ആ ഒരു മനക്കരുത്തും ഇവയെല്ലാം ഉണ്ടാകുമ്പോഴാണ് അവന് സ്ഥാനത്തിനനുസരിച്ചിട്ട് സ്നേഹവും ബഹുമാനും ആദരവും എല്ലാം ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല ബോധ്യം ഉണ്ടാവുകയും നമ്മുടെ ജീവിതവുമായി സംബന്ധിച്ചിട്ടുള്ള ചുറ്റുപാടുകളെ കുറിച്ചും നമുക്ക് നല്ല ഒരു ബോധ്യവും അതിനെ പറ്റിയിട്ട് ഒരു മിനിമം ക്വാളിറ്റിയെ എങ്കിലും നമുക്ക് ഒന്ന് ഓർമ്മ ഉണ്ടാകുമ്പോഴാണ് നാം മറ്റുള്ളവരിൽ നിന്നും ആദരവ് കിട്ടുന്നതിൽ വ്യത്യസ്തനാകുന്നത്. അപഹാസവും അവഗണനയും അവിശ്വാസവും ഉള്ളിടത്തോളം കാലം അവൻക്ക് ആദരവും സ്നേഹവും കിട്ടുന്നതിന് പകരം അവൻ എപ്പോഴും വെറുപ്പ് മാത്രമായിരിക്കും സമ്പാദിക്കുക. മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള ആ ഒരു കഴിവ് കൊണ്ട് മാത്രം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് ആദരവ് ലഭിക്കുകയുള്ളൂ. ഏതൊരു മനുഷ്യനും ആദരവ് കിട്ടണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ നന്മയെങ്കിലും ഉണ്ടാകും. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും, എത്ര വലിയ ഹറാമ് ചെയ്തവനാണെങ്കിലും, എത്ര വലിയ ഹറാമിൽ മുഴുകിയവനാണെങ്കിലും നാം അവനെ ബഹുമാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ നാം അവനെ ആദരിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു നന്മയെങ്കിലും ഉണ്ടാകണം. അത്തരം ചെറിയ ഒരു നന്മ ഉണ്ടായാൽ മാത്രമെങ്കിലും അവൻക്ക് ആ ഒരു ആദരവ് കിട്ടുമായിരിക്കും. കൂടാതെ തന്നെ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന പാഠം എന്ന് വെച്ചാൽ ഏതൊരു നന്മ ചെയ്യുമ്പോഴും ആ ഒരു ഏതെങ്കിലും ഒരു നന്മ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ലൈഫിൽ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് അത്രത്തോളം ഒരു ആദരവിൻ്റെ ഘട്ടം ഉണ്ടാവുക തന്നെ ചെയ്യും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്ഥാനത്തിനനുസരിച്ചിട്ടാണ് ആദരവ് നൽകപ്പെടേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, സഹോദരിയുടെ സ്ഥാനമല്ല സ്വന്തം മാതാവിന് നൽകേണ്ടത്, സഹോദരന്റെ സ്ഥാനമല്ല സ്വന്തം പിതാവിന് നൽകേണ്ടത്, മകന്റെ സ്ഥാനമല്ല ഭർത്താവിന് നൽകേണ്ടത്, അതുപോലെ തന്നെ മകളുടെ സ്ഥാനവുമല്ല ഭാര്യയ്ക്കും നൽകേണ്ടത്. ഇപ്രകാരം ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാനത്തിനനുസരിച്ചിട്ടാണ് നാം ആദരവ് നൽകപ്പെടേണ്ടത്. കൂടാതെ തന്നെ ചെറിയവർ വലിയവരെ ബഹുമാനിക്കുകയും വലിയവർ ചെറിയവരെ സ്നേഹിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കുട്ടികളെ ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടാതെ തന്നെ അവരുടെ ആ പ്രായത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി പഠിപ്പിക്കേണ്ടതും അതിനെ സ്വഭാവ വിശേഷണത്തിനെ കുറിച്ചും സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചും നിങ്ങൾ പഠിപ്പിക്കേണ്ട പ്രായം ചെറുപ്രായമാണ്. അതിനായി അവർ ആദ്യം തന്നെ പഠിക്കേണ്ടത് അവരുടെ കുടുംബ അംഗങ്ങളുമായിട്ടുള്ള അനുഭവത്തിലാണ് അവർ ആദ്യമായി പഠിക്കേണ്ടത്. ശേഷം അവർ വിദ്യാലയങ്ങളിൽ പോകുന്ന വയസ്സിലെത്തുമ്പോഴാണ് അവർ വിദ്യാലയങ്ങളിൽ പോയിട്ട് ഇതിനെപ്പറ്റി തക്കതായ ഒരു രീതിയിൽ അവർ പഠിച്ച് അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു നൂറ്റാണ്ടിൽ നമുക്ക് ഇന്ന് വേണ്ട തലമുറ എന്ന് പറയുന്നത് വലിയവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ കരുണയും കാണിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ ഈ നൂറ്റാണ്ടിൽ നമുക്ക് ആവശ്യം. അതിനനുസരിച്ചിട്ടുള്ള മാതൃകകളാണ് നാം കാണിക്കപ്പെടേണ്ടത്. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും പണ്ഡിതന്മാരോട് ബാധ്യത പാലിക്കാത്തവരും ഒരിക്കലും എൻ്റെ സമുദായത്തിൽപ്പെട്ടവരല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യവർഗത്തിന് ആദരവിൻ്റെ കാര്യത്തിൽ വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, നാം ആദമിൻ്റെ സന്തതികളെ ആദരിക്കുകയും കരയിലും കടലിലും അവരെ ഞാൻ വാഹനം കയറ്റുകയും വിശിഷ്ടമായ ഉത്ഭവത്തിൽ നിന്നും നാം അവർക്ക് ഉപജീവനം നൽകുകയും നാം സൃഷ്ടിക്കപ്പെട്ടവരിൽ നിന്ന് മിക്കവരെക്കാളും കൂടുതൽ സവിശേഷ ഗുണങ്ങൾ നാം അവർക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന്. മനുഷ്യരായ നമുക്ക് സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും കാര്യങ്ങളെല്ലാം വളരെ നിർമ്മിതമാണ്. കൂടാതെ തന്നെ നാം ഈ ഒരു പ്രായത്തിൽ ചെയ്യേണ്ടത് ബഹുമാനം കൊടുത്ത് ആദരവ് നേടുകയും ആദരവ് കൊടുത്ത് ബഹുമാനം നേടലുമാണ് നാം അതിനായിട്ടുള്ള ചെയ്യേണ്ട ഒരു മാർഗം എന്ന് പറയുന്നത്. പ്രശസ്തനായ
ഫ്രഞ്ച് തത്വചിന്തകൻ റെനെ ഡിസ്കാർട്സിൻ്റെ വാക്കുകളാണ് ഇവ. ബഹുമാനം കൊടുത്താൽ മാത്രമാണ് ആദരവ് ഇങ്ങോട്ട് ലഭിക്കുകയുള്ളൂ. ഈ ഒരു കാര്യമായി നമുക്ക് ഫിസിക്സിൻ്റെ ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം ഉപയോഗിക്കാം. എവറി ആക്ഷൻ ഹാസ് ഈസ് ഈക്വൽ ഇൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ ഒരു കാര്യം നമുക്ക് ഇതുമായിട്ട് വേണമെങ്കിൽ അവലംബിക്കാം. വാ ആഖിറു ദഅവാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.